അതിർത്തിയിൽ ഇന്ത്യ കൂടുതൽ സേനാവിന്യാസം തുടങ്ങി. പൂർണ്ണ സേനാവിന്യാസത്തിന് തയ്യാറെടുക്കാൻ അർദ്ധസൈനിക വിഭാഗത്തോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ അടിയന്തര ചർച്ചകൾ തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെ യോഗം വിളിച്ചു. വ്യോമാതിർത്തി ലംഘിച്ച് ആക്രമണം നടത്തിയെന്ന പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ തള്ളി. സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. 3:15 വാർത്താസമ്മേളനം. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷുമുണ്ട്. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പാകിസ്ഥാന്റെ അവകാശവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക നിലപാട് അറിയിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും രേണുക, വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമാണ് 3:15 വിദേശകാര്യ മന്ത്രാലയത്തിൽ നടക്കാൻ പോകുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് നിലവിലുള്ള സ്ഥിതിഗതികളിലുള്ള ഇന്ത്യയുടെ പ്രതികരണമാണ് അറിയിക്കാൻ പോകുന്നത്. ഈ വാർത്താ സമ്മേളനത്തിന്റെ പ്രാധാന്യം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉള്ള ഇന്ത്യയുടെ പ്രതികരണമായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ നൽകാൻ പോകുന്നത്. രാവിലെ പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യക്ക് അവരുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി നൽകി. പകൽ തന്നെ ഇന്ത്യയിൽ ആക്രമണം നടത്തി, വ്യോമാക്രമണം നടത്തിയെന്നായിരുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ ഉന്നയിച്ച മറ്റ് 2 അവകാശവാദങ്ങൾ, ഇന്ത്യയുടെ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, അതിൽ ഉള്ള പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു പൈലറ്റിനെ പിടികൂടിയെന്ന് പാക് മാധ്യമങ്ങളടക്കം ചില വീഡിയോകളും മറ്റും നൽകിക്കൊണ്ട് വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. ഇത് വാർത്താ ഏജൻസിയായ ANI തന്നെ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പൈലറ്റ് അധികം ചുമതലയ്ക്ക് പോയതിനു ശേഷം ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പറയുന്ന അവകാശവാദങ്ങൾ ശരിയാണോ എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാം. ഒപ്പം പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങളെ ഏത് തരത്തിൽ കാണുന്നു, അവരുടെ പ്രകോപനങ്ങളെ എങ്ങനെ ഇന്ത്യ നേരിടും തുടങ്ങിയ കാര്യങ്ങളിലും ഒരു വ്യക്തത വിജയ് ഗോഖലെയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. കാരണം ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും അവസരമില്ലാത്ത വിധത്തിൽ ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. സുരക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അതുപോലെ ഒരുപക്ഷെ ഒരു പ്രസ്താവന വായിച്ചുകൊണ്ട് ആ വാർത്താ സമ്മേളനം വളരെ ഹ്രസ്വമായി അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പോഴും അറിയേണ്ടത് ആ പ്രസ്താവനയിൽ എന്തൊക്കെ വിവരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചാണ്. അതേസമയം വളരെ വിശദമായ അവലോകന ചർച്ചകളും മറ്റും നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങളും പ്രകോപനങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. വ്യോമ ഗതാഗതത്തിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു 8 വിമാനത്താവളങ്ങളിൽ. അതിൽ വ്യോമ ഗതാഗതത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. വിവിധ അതിർത്തിയോട് ചേർന്നിരിക്കുന്ന വിമാനത്താവളങ്ങളിലടക്കം വ്യോമഗതാഗതത്തിന് 3 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് തുടക്കത്തിൽ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ജമ്മു കശ്മീർ, ലേ, ഒപ്പം തന്നെ അമൃത്സർ അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ വ്യോമഗതാഗതമാണ് നിയന്ത്രിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ ഉത്തരേന്ത്യയിലൂടെയുള്ള വ്യോമഗതാഗതം പൂർണ്ണമായും വിലക്കിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. പാകിസ്ഥാനിലും വ്യോമഗതാഗതത്തിന് കാര്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഒരു വ്യോമസേനയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നുള്ള അഭ്യൂഹങ്ങളും മറ്റും പ്രചരിച്ചതാണ്. അതിനിടെയാണ് പല വിമാനത്താവളങ്ങളിലും ഏർപ്പെടുത്തിയിരുന്ന വ്യോമഗതാഗതത്തിനുള്ള നിയന്ത്രണം നീക്കിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഏതായാലും ഇന്ത്യയുടെ പ്രസ്താവന എന്താണ് എന്ന് തന്നെയാണ് ഇനി അറിയാനിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ടുള്ള പ്രസ്താവനയായിരിക്കുമോ, അല്ല പാകിസ്ഥാന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് 3:15 വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അറിയേണ്ടത്. തീർച്ചയായും ഉണ്ണി, ഇക്കാര്യത്തിൽ ഇതുവരെയും ഉന്നതതല യോഗങ്ങൾ അവിടെ പുരോഗമിച്ചു വരികയായിരുന്നു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങളായിരുന്നു അത്. ഇനിയും അത്തരം യോഗങ്ങൾ നടക്കാനും ഇരിക്കുന്നു, അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും മറ്റുമൊക്കെ. ആ ചർച്ചകളിൽ, ആ കൂടിക്കാഴ്ചകളിലൊക്കെ ഉണ്ടായ ഒരു തീരുമാനമായിരിക്കുമോ MEA അറിയിക്കാൻ പോകുന്നത്? കൂടുതൽ സംയമനം എന്നതിൽ ഊന്നിയായിരിക്കുമോ ഇന്ത്യ നിലപാടെടുക്കാൻ പോകുന്നത്? നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള സൂചനകളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇന്ത്യയുടെ തുടർ നീക്കം എന്താകുമെന്ന് സംബന്ധിച്ച് ഒരു തരത്തിൽ ഇന്നിപ്പോൾ നടന്ന അവലോകന യോഗങ്ങളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലെ സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായി സൈന്യത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കായാലും സൈനിക വിഭാഗങ്ങൾക്കായാലും അതിർത്തിയിൽ പൂർണ്ണ സേനാ വിന്യാസത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുവെന്ന മട്ടിലാണ് വരുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലുള്ള സൈനിക വിന്യാസങ്ങളൊക്കെ തന്നെ നടക്കാനും സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും അതിർത്തിയിൽ
മറ്റൊരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ കൂടി എടുക്കുന്നുണ്ട് സൈന്യവും മറ്റ് സർക്കാർ അധികൃതരും. അതായത് അതിർത്തിയിൽ ഉള്ള ജനവാസ മേഖലയിലുള്ള സാധാരണക്കാരെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ബാധിക്കരുത്. അതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അവരെ കൂടുതൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ഇന്ന് ചേർന്ന വിവിധ അവലോകന യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് സേനയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൾക്കാരെ സംഘർഷമുള്ള മേഖലകളിൽ നിന്നും മാറ്റിക്കൊണ്ട് അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് ഇന്ത്യ ഒരുങ്ങുന്നത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തിരിച്ചടി നൽകുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാനെ അവർ പ്രകോപിപ്പിച്ചാൽ അതിന് മറുപടി നൽകുക എന്നതായിരിക്കും ഇന്ത്യയുടെ നീക്കം. അതോടൊപ്പം തന്നെ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ആരെങ്കിലും പാകിസ്ഥാന്റെ പക്കൽ പിടിയിലായിട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ ഇന്ത്യ മറികടക്കും എന്നതും കൂടി അറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കുറെ കൂടി സങ്കീർണമാണ് സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാകുന്നത്. ആ സ്ഥിരീകരണത്തിനനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ അടുത്ത നടപടികൾ നിശ്ചയിക്കപ്പെടുക. നേരത്തെ തീർച്ചയായും അതിന്റെ സൂചനകൾ എന്തായാലും 3:15 MBA നടത്തുന്ന വാർത്താ സമ്മേളനത്തിലൂടെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാകിസ്ഥാൻ ഇന്ന് നടത്തിയിട്ടുള്ള അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക നിലപാട് എന്ത് എന്നത് സംബന്ധിച്ചും ഉണ്ണിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ രാകേഷ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രാകേഷ്, ഇന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് അബാട്ടബാദ് നടത്താൻ ഇന്ത്യക്കും അറിയാം എന്നതാണ്. ഭീകരതയ്ക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പോരാട്ടം തുടരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അതേസമയം യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമായിരിക്കുമോ ഇന്ത്യ നടത്തുക? അതിന്റെ സൂചനകളാണോ ഇപ്പോഴത്തെ ഈ തുടർ നടപടികളിലൂടെ നമുക്ക് മനസ്സിലാകേണ്ടത്? രേണുക, തീർച്ചയായും ഒരു പ്രകോപനം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിട്ടുള്ളത് അബോട്ടാബാദിൽ അമേരിക്ക എന്ത് ചെയ്തോ അത്തരത്തിൽ ഒരു നടപടി ഇന്ത്യക്കും സ്വീകരിക്കാൻ കഴിയും, ഇന്ത്യയും സ്വീകരിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ശക്തമായൊരു തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത്തരത്തിലൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സന്ദേശം നൽകും തന്നെയായിരുന്നു സൂചന. അബോട്ടാബാദിൽ നേരത്തെ ഇത്തരത്തിൽ യുഎസിന്റെ സൈനിക നടപടി ഉണ്ടായിരുന്നു. അന്ന് ബിൻ ലാദനെ വധിച്ചത് ഇത്തരത്തിൽ സൈനിക നടപടിയുടെ ഭാഗമായിരുന്നു. അത്തരത്തിലൊരു സൈനിക നടപടിയായി തന്നെയാണ് ഇന്ത്യക്കും അത്തരത്തിൽ സൈനിക നടപടി ചെയ്യാൻ കഴിയും. അത് ചെയ്തു എന്ന് തന്നെയാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഒരു പ്രകോപനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ ശക്തമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുടെയും പ്രതികരണങ്ങളിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം പ്രകോപനം തുടരുകയാണ് അതിർത്തിയിൽ. അത് ഒന്ന് നിരന്തരം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായിരുന്നെങ്കിൽ അതിനുശേഷം വ്യോമാതിർത്തി ലംഘിച്ചു എന്ന അവകാശവാദമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യ പുലർച്ചെയാണ് ഇത്തരത്തിൽ അതിർത്തി മറികടന്നെങ്കിൽ പകൽ വെളിച്ചത്തിൽ തന്നെ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു, ബോംബിട്ടു എന്നൊരു അവകാശവാദം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വ്യോമസേനയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഈ അവകാശവാദം എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമസേന വിമാനം വെടിവെച്ചിട്ടു എന്നും 2 സൈനികരെ അറസ്റ്റ് ചെയ്തെന്നും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു സൈനികന്റെ പരിക്കോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പാക് സൈന്യം വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ നൽകുകയും ചെയ്തിട്ടില്ല. എന്നാൽ പാക് മാധ്യമങ്ങളിലടക്കം സൈനികന്റേതെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഏതായാലും വരേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും എല്ലാ തരത്തിലും സജ്ജമാകാനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സൈനിക തലത്തിലായാലും ഒപ്പം തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്ന കാര്യത്തിലായാലും എല്ലാ തരത്തിലും സജ്ജമാകാനുള്ള നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. ജമ്മു കശ്മീരിലടക്കം പ്രദേശങ്ങളിൽ നിന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കൂടുതലായി ഒഴിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നൊരു പ്രതികരണം പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതോടുകൂടി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഒന്ന് നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ബ്രിക്സ് ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാനുള്ള നിലപാടാണ് ഇത്തരത്തിൽ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ സുഷമ സ്വരാജ് രാവിലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പാകിസ്ഥാനോട്
പാകിസ്ഥാനോടോ അല്ലെങ്കിൽ ജനതയോടോ ഉള്ള യുദ്ധമല്ല, മറിച്ച് ഭീകരവാദത്തിനെതിരായ ഒരു പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നതെന്ന് സുഷമ സ്വരാജ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് ഈ യോഗം കൈക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഒരുമിച്ച് പോരാനുള്ള നിർദ്ദേശം തന്നെയാണ് ചൈനയുടെയും റഷ്യയുടെയും അടക്കമുള്ള ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ ഭീകരവാദത്തിന്റെ ഇരയാണ് ഇന്ത്യ. രാകേഷിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഏറ്റവും എംഇയുടെ വാർത്താ സമ്മേളനം നടത്തും എന്നറിയിക്കുമ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പാകിസ്ഥാൻ പിടിയിലുള്ള സൈനികരെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എം ഉണ്ണികൃഷ്ണൻ ലഭിച്ചിട്ടുണ്ട്. ഉണ്ണി, 2 പേർ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഇന്ത്യ അനൌദ്യോഗികമായി ഇക്കാര്യം നിഷേധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ അത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അതായത് പാകിസ്ഥാൻ രാവിലെ മുതൽ തന്നെ അവകാശപ്പെടുന്നത് 2 ഇന്ത്യൻ പൈലറ്റുമാർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പരിക്കേറ്റ ഒരു പൈലറ്റിനെ പാകിസ്ഥാനിലെ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ചില വീഡിയോകൾ വലിയ സമൂഹ മാധ്യമങ്ങളിലും പാക് മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എന്ന് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത് അഭിനന്ദൻ വർദ്ധമാൻ എന്നാണ്. MiG-21 ബൈസൺ പൈലറ്റ് എന്ന മട്ടിലുള്ള രേഖകളും പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വ്യോമസേന പറഞ്ഞിരുന്നത് അങ്ങനെ ഇന്ത്യയുടെ പക്കലുള്ള പൈലറ്റുമാരോ വിമാനങ്ങളോ ഒന്നും പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഇല്ല എന്നായിരുന്നു. പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങൾ പരിശോധിക്കുകയാണ്. അതിൽ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ വാർത്താ സമ്മേളനത്തിനായി അവശേഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറാകുമോ, അങ്ങനെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഇന്ത്യൻ പൈലറ്റുമാർ പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതിനകം അനൌദ്യോഗികമായി വാർത്താ ഏജൻസിയായ ANA അടക്കം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ MiG-21 വിമാനത്തിലെ ബൈസൺ പൈലറ്റായ അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹം ഇന്ന് സർവീസിൽ പോയതിനു ശേഷം ഇതുവരെയും മറ്റു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുറത്തു വന്നിരിക്കുന്ന വീഡിയോയും മറ്റു രേഖകളും ഇതേ പൈലറ്റിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ വാർത്താ സമ്മേളനത്തിൽ നടത്താൻ പോകുന്നത്. അത് ഇതിനകം തന്നെ സ്ഥിരീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് തുടർ നടപടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നും അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ കാർഗിൽ യുദ്ധസമയത്ത് ഒരു ഇന്ത്യൻ ജവാൻ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. പിന്നീട് 8 ആഴ്ചയ്ക്ക് ശേഷമാണ് ആ ജവാനെ വിട്ടയക്കുന്നതിനുള്ള നടപടികൾ പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത്. ആ രീതിയിലുള്ള ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ ഇന്ത്യ അതിനെ നേരിടുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ പാകിസ്ഥാന് ഏത് തലത്തിൽ മറുപടി നൽകും, നയതന്ത്ര തലത്തിലാണോ സൈനിക തലത്തിലാണോ തുടങ്ങിയ ചോദ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം വ്യക്തമാകുന്നതിനായി ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണത്തിനായി നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും അതിൽ തന്നെയാകും കൂടുതൽ വ്യക്തത ഉണ്ടാവുകയും. ഉണ്ണി, എങ്ങനെയാണ് ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കുമോ വാർത്താ സമ്മേളനം? വിജയ് ഗോഖലെ മാത്രമായിരിക്കുമോ ഇന്നും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്? ഇന്നലെ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന വായിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ മറുപടി നൽകുന്നതിനോ അദ്ദേഹം മുതിർന്നിരുന്നില്ല. ആ സമാനമായ സാഹചര്യം തന്നെ ആയിരിക്കുമോ ഇന്നും? ഇന്നലത്തെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. വളരെ ഹ്രസ്വമായ ഒരു വാർത്താ സമ്മേളനം. വിദേശകാര്യ വക്താവും വിദേശകാര്യ സെക്രട്ടറിയുമാണ് ഉണ്ടായിരുന്നത്. വിദേശകാര്യ സെക്രട്ടറി ആ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസ്താവന വായിക്കുന്നു, അതിലുള്ള ഉള്ളടക്കം മാത്രം പങ്കുവയ്ക്കുന്നു. മറ്റ് ചോദ്യങ്ങളിലേക്ക് മാധ്യമപ്രവർത്തകർ കടന്നപ്പോൾ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ പ്രസ്താവന വായിച്ചുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി പോവുകയാണ് ചെയ്തത്. ഇന്നും ഒരുപക്ഷെ അതിന് സമാനമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഉണ്ടാവുക. കാരണം പലതരത്തിലുള്ള വിശദീകരണങ്ങൾ, ചോദ്യങ്ങളൊക്കെ തന്നെ ഈ വാർത്താ സമ്മേളനം നടത്തുകയാണെങ്കിൽ അതിന് മുമ്പാകെ വരും. ചില കാര്യങ്ങൾ സുരക്ഷാപരമായി വെളിപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത് കൂടുതൽ ചോദ്യങ്ങളിലേക്ക്, ഈ വിശദീകരണങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ്. 1-2 ചോദ്യങ്ങളെങ്കിലും ഉണ്ടാകുമോ, അതിനുള്ള അവസരം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിന് ഏറ്റവും വലിയ പ്രസക്തി പാകിസ്ഥാൻ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് ആദ്യമായാണ് ഇന്ത്യ ഔദ്യോഗികമായി മറുപടി നൽകാൻ പോകുന്നത്. ആരോപണങ്ങൾ വന്നിട്ട് 3-4 മണിക്കൂറുകൾ കഴിയാറാകുന്നു. ആരോപണങ്ങൾ പല തലങ്ങളിൽ നിന്നും ഉന്നയിക്കപ്പെട്ടു. പാക് സൈനിക വക്താവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ പ്രസ്താവന ഇറക്കിക്കൊണ്ട് പല ആരോപണങ്ങളും നടത്തിയതാണ്. ഇന്ത്യക്ക് ആക്രമണത്തിലൂടെ മുന്നറിയിപ്പ് നൽകി, ഒപ്പം ഇന്ത്യൻ സൈനികരെ പിടികൂടി, ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു തുടങ്ങിയ വലിയ അവകാശവാദങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത്. അവകാശവാദങ്ങൾ ഉന്നയിക്കുക എന്നത് തന്നെ പാകിസ്ഥാന്റെ ഒരു ശൈലിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി തർക്കത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി പാകിസ്ഥാൻ ഉന്നയിച്ച അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യ ഇപ്പോൾ അംഗീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്ന കാര്യം തന്നെയാണ് അറിയേണ്ടത്. അങ്ങനെ ഏതെങ്കിലും അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്താൽ എന്തായിരിക്കും തുടർ നടപടി എന്ന ചോദ്യവും അവശേഷിക്കുന്നു. തീർച്ചയായും എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ
എംഇയുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം വാർത്താ സമ്മേളനം നടക്കും. വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കും മാധ്യമങ്ങളെ കാണുക. പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ നൽകുന്ന ഒരു മറുപടി തന്നെയായിരിക്കും ഇത്. 2 സൈനികർ പിടിയിലാണ് എന്നതുൾപ്പെടെയുള്ള അവകാശവാദങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇതിന് ഉള്ള മറുപടി ഇന്ത്യയുടെ നിലപാട് എന്നതുകൂടിയായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ പറയുക. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം വാർത്താ സമ്മേളനം ആരംഭിക്കും. രാവിലെ മുതൽ തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വാർത്താ സമ്മേളനം എന്തായാലും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് ആണ് രാവിലെ മുതൽ പാകിസ്ഥാന്റെ പ്രകോപനം. കശ്മീരിലെ നഷൌറയിൽ അതിർത്തി ലംഘിച്ചെത്തിയ 3 പാക് വിമാനങ്ങൾ 4 ബോംബിട്ടു. അതിർത്തി ലംഘിച്ച് പാകിസ്ഥാന്റെ F-16 വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് പാക് സൈന്യം ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് മോർട്ടാറുകൾ പ്രയോഗിച്ചു. ബദ്ഗാമിൽ ഇന്ത്യയുടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് 4 പേർ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരുന്നു. ഇന്ത്യ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് ഔദ്യോഗികമായി തന്നെ മറുപടി നൽകാൻ പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എം ഉണ്ണികൃഷ്ണനും ER രാഗേഷും തുടരുന്നുണ്ട്. ഉണ്ണിയിലേക്ക് തന്നെ. ഉണ്ണി, രാവിലെ മുതൽ തന്നെ തിരക്കിട്ട ചർച്ചകളായിരുന്നു ഡൽഹിയിൽ നടന്നു വന്നത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർ നേരിട്ട് നയിച്ച ചർച്ചകൾ. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു മറുപടി എന്ന നിലയ്ക്ക് പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് ഉള്ള ഔദ്യോഗികമായ ഇന്ത്യയുടെ നിലപാട് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വരുന്നത്. അതിർത്തിയിൽ അങ്ങേയറ്റം സംഘർഷഭരിതമാണ് കാര്യങ്ങൾ. പൂർണ്ണ സജ്ജരായിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തതിനു ശേഷം നടക്കുന്ന ഒരു വാർത്താ സമ്മേളനം. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രേണുക, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. ഈ വാർത്താ സമ്മേളനത്തിൽ വ്യോമസേനയുടെ പ്രതിനിധി കൂടി പങ്കെടുക്കാൻ പോകുന്നു. എയർ വൈസ് മാർഷൽ RGK കപൂറാണ് ഈ MEA നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ വിദേശകാര്യ സെക്രട്ടറി മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മാത്രം പ്രസ്താവനയാണ് നടത്തിയിരുന്നതെങ്കിൽ, ഇന്നിപ്പോൾ വ്യോമസേനയുടെ പ്രതിനിധി കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. എയർ വൈസ് മാർഷൽ RGK കപൂറാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ നെയിം പ്ലേറ്റ് ഈ വാർത്താ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. വ്യോമസേന ആദ്യമായി ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണം ഇന്ന് നൽകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് എന്നതിലൂടെ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് പാകിസ്ഥാനും ലോകരാഷ്ട്രങ്ങൾക്കും മുന്നിൽ വയ്ക്കുകയാണ് ഇന്ത്യ ചെയ്തിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, പാകിസ്ഥാന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ, ഉപമേധാവി തന്നെ പങ്കെടുക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ വ്യോമസേന ഇതിന് കൃത്യമായ മറുപടി നൽകുന്നത് എന്ന് തന്നെയാണ് അറിയേണ്ടത്. ആ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇന്നലെ നടത്തിയ ആക്രമണം, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, ആക്രമണം നടത്തിയെന്നത് മാത്രമാണ് സ്ഥിരീകരിച്ചത്. അത് എങ്ങനെ, ഏത് രീതിയിൽ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഔദ്യോഗികമായി പുറത്തു വന്നില്ല. ഒരുപക്ഷെ ഇന്ന് ഉണ്ണി സൂചിപ്പിച്ചതുപോലെ തന്നെ എയർ വൈസ് മാർഷൽ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് വരുമ്പോൾ ഇന്നലത്തെ ആക്രമണം പോലും പാകിസ്ഥാൻ നിഷേധിച്ചതാണ്. വലിയ ആഘാതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവരുടെ അവകാശവാദമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഇന്ന് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ പുറത്തുവിടുന്നു. അതിനുള്ള സാധ്യതകളുണ്ടോ? അതേപറ്റി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല രേണുക. കാരണം ആ വിവരങ്ങളിൽ പലതും ഇന്നലെ പുറത്തുവിടാതിരുന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം ഇന്നലെ ആവർത്തിച്ച് ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴും ആ വിവരങ്ങളിലേക്കൊന്നും കടന്നില്ല. മാത്രമല്ല, ഇന്നലെ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ പോലും മാധ്യമങ്ങളെ കണ്ടിരുന്നില്ല. മാധ്യമങ്ങളെ അനൗപചാരികമായാണ് കാണാൻ അവർ തയ്യാറായിരുന്നത്. ഇന്നലെ കേന്ദ്ര സർക്കാർ തന്നെ BJP നേതാക്കൾക്കും ഒപ്പം മറ്റ് കേന്ദ്രമന്ത്രിമാർക്കും ആകെ തന്നെ നൽകിയിരുന്ന നിർദ്ദേശം അനാവശ്യമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുക, ഇതൊരു പ്രതികാര നടപടിയല്ല, യുദ്ധമല്ല, ആ രീതിയിൽ കാണരുത്, ഇതൊരു മുൻകരുതൽ നടപടി എന്ന രീതിയിൽ മാത്രം ഇതിനെ വിശദീകരിക്കുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഇന്നിപ്പോൾ മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട് ഇന്ത്യക്ക് മറുപടി നൽകുന്നതിനായി. അതിന്റെ വിശദാംശങ്ങളാണോ അല്ല മൊത്തത്തിൽ ഇപ്പോൾ എന്തായാലും MEയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നു. തത്സമയ സംപ്രേഷണം. Media briefing. I am joined by Air Vice Marshal RGK Kapoor. I will read out a prepared statement on recent developments on India-Pakistan front. We will not take any questions after my statement. India had informed about counter-terrorism action it took yesterday against a terrorist training camp of Jaish-e-Mohammed in Pakistan, based on credible evidence that Jaish-e-Mohammed intended to launch more attacks.
Against this counter-terrorism action, Pakistan has responded this morning by using its Air Force to target military installations on the Indian side. Due to our high state of readiness and alertness, Pakistan's attempts were foiled successfully. The Pakistan Air Force was detected and the Indian Air Force responded instantly. In that aerial engagement, one Pakistan Air Force fighter aircraft was shot down by a MiG-21 Bison of the Indian Air Force. The Pakistani aircraft was seen by ground forces falling from the sky on the Pakistan side. In this engagement, we have unfortunately lost one MiG-21. The pilot is missing in action. Pakistan has claimed that he is in their custody. We are ascertaining the facts. Thank you very much. That concludes the briefing. Sachin, we are not taking any questions. If we have more information, we will share that with you. Thank you. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമാണ് നടക്കുന്നത്. ഒരു പൈലറ്റ് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ കനത്ത ജാഗ്രത മൂലം പാകിസ്ഥാന്റെ ഇന്നുള്ള തിരിച്ചടി തടയാനായിരിക്കുന്നു എന്ന് പറയുന്നു. ശ്രീലാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീലാൽ, ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ മറുപടി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? രേണുക, വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം ഇന്നത്തെ ഈ പാകിസ്ഥാനുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം നമുക്ക് നഷ്ടമായിരിക്കുന്നു. ആ വിമാനത്തിന്റെ പൈലറ്റിനെ കാണാനില്ല എന്നും ആ പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വിദേശകാര്യ മന്ത്രാലയത്തിന് ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ സ്ഥിരീകരണം വന്നിട്ടില്ല. അത് വരുന്ന മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ടാകുമ്പോൾ വ്യക്തമാക്കാം എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയത് ഇന്നലെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പ്രതികരണം എന്ന നിലയ്ക്ക് ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യൻ വ്യോമസേന അത് പരാജയപ്പെടുത്തി. ആ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ ഒരു വിമാനം നമ്മൾ വെടിവെച്ചിട്ടു. ആ വിമാനം വെടികൊണ്ട് വീഴുന്നത് ദൃശ്യങ്ങളടക്കം നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യ അവകാശപ്പെട്ടിരിക്കുന്നത്, ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം എന്നാൽ ആ യുദ്ധത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ തന്നെയാണ് ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം കാണാതായിരിക്കുന്നത്. അതിൽ നഷ്ടമായത് ആ നഷ്ടമായ MiG-21 വിമാനത്തിന്റെ പൈലറ്റിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഒരു MiG-21 വിമാനം തകർന്നു വീണിരുന്നു. എന്നാൽ ആ വിമാനം തകർന്നു വീണത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വന്നിട്ടില്ല. അത് ഈ ഏറ്റുമുട്ടലിലാണോ അത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടായിട്ടില്ല. മറ്റ് ചോദ്യങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം തയ്യാറായില്ല. പാകിസ്ഥാൻ മേജർ ജനറൽ കപൂറാണ് ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ സൈനികർ അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്ന കാര്യം രാവിലെ പറയുന്നത്. ഇപ്പോൾ ഒരു പരിധിവരെ പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ സ്ഥിരീകരിക്കുന്ന നിലയാണോ? എന്താണ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പാകിസ്ഥാനാണ് ഈ അവകാശവാദം ആദ്യം ഉന്നയിച്ചത്. പാകിസ്ഥാന്റെ പക്കൽ 2 ഇന്ത്യൻ സൈനികർ ഉണ്ട് എന്നും അതിൽ ഒരാൾക്ക് പരിക്കേറ്റു, അയാൾ പാകിസ്ഥാനിൽ ചികിത്സയിലാണ്, മറ്റൊരു പരിക്കേൽക്കാത്ത പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുമായിരുന്നു പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത്. തുടക്കത്തിൽ ഇക്കാര്യം ഇന്ത്യ നിഷേധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു, ഇന്ത്യയുടെ ഒരു പൈലറ്റിനെ കാണാനില്ല. ഇന്ത്യയുടെ ഒരു MiG-21 വിമാനം തകർന്നിട്ടുണ്ട്. ഈ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ വ്യോമസേന വിമാനങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ ഒരു MiG-21 കാണാനില്ല എന്ന് സ്ഥിരീകരിക്കുകയും നഷ്ടമായി തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ നഷ്ടമായ MiG-21 പൈലറ്റിനെ കാണാനില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. MiG വിമാനത്തിൽ 2 പൈലറ്റുമാരുണ്ടായിരുന്നു, ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു തുടങ്ങിയ ഒരു കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ ഈ വാർത്താ സമ്മേളനം നടത്തിയ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തയ്യാറായില്ല. പകരം കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അറിയിക്കാമെന്ന് അദ്ദേഹം പറയുക മാത്രമാണ് ചെയ്തത്. ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാൻ തയ്യാറല്ല, മറുപടി പറയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
കാര്യം. ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ എയർ വൈസ് മാർഷൽ AGK കപൂറും പങ്കെടുത്തിരിക്കുന്നു. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം മാത്രമായിരുന്നു ഇത് സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതെങ്കിൽ ഇന്നിപ്പോൾ സൈനിക വ്യോമസേനയുടെ വൈസ് മാർഷൽ കൂടെയാണ് പങ്കെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ സൈനിക തലത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ ആദ്യ സൂചനയാണ് ഇതിപ്പോൾ നൽകുന്നത്. ഇന്നലെ ഇതിപ്പോൾ നയതന്ത്ര തലത്തിൽ മാത്രം നിർത്തുന്ന ഒരു നടപടിയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സൈനിക തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഈ കാണാതായ പൈലറ്റിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള നടപടികൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. വരുന്ന മണിക്കൂറിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലിടയിൽ വലിയ തർക്കങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അശാന്തിയുടെ തീരങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ അതിർത്തി നീങ്ങുന്നത്. ശ്രീലാൽ, ഇവിടെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യം, അതിർത്തി അശാന്തമായി തുടരുന്ന ഒരു സാഹചര്യം. ആ മണിക്കൂറുകളിൽ നടത്തുന്ന വാർത്താ സമ്മേളനം കൂടിയാണ്. നമുക്കറിയാം ഇന്നലെയും നടത്തിയ വാർത്താ സമ്മേളനം ആ രീതിയിൽ തന്ത്രപരമായ നിലപാടുകളുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു. വളരെ ചുരുക്കി എന്താണ് ഇന്ത്യയുടെ നിലപാട്, ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നതിൽ ഊന്നൽ നൽകിയുള്ള വാർത്താ സമ്മേളനം, അതുപോലെ ചില സന്ദേശങ്ങൾ നൽകുന്നതാണോ ഇന്നത്തെയും വാർത്താ സമ്മേളനം? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനമായ സന്ദേശം തന്നെ ഇന്നിപ്പോൾ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശകാര്യ വക്താവും വിദേശകാര്യ സെക്രട്ടറിയുമായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിന് എത്തിയില്ല എങ്കിലും വ്യോമസേനയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ എത്തുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ ഇത് കൊണ്ടുപോകും എന്നുള്ള സന്ദേശം ആണ് ഇത് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ സെലക്റ്റീവായി തിരഞ്ഞെടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് തന്നെ. വിശ്വസനീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭീകരതയ്ക്കെതിരെ ആണ് ഇന്ത്യ നടപടിയെടുത്തത്. അതിനെതിരെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് മുതിർന്നിരിക്കുന്നു. അതും നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിനാണ് പാകിസ്ഥാൻ മുതിർന്നത്. എന്നാൽ നമ്മുടെ വ്യോമസേന അത് പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തുന്നതിനിടെയാണ് നമ്മൾക്ക് ഒരു MiG-21 വിമാനം നഷ്ടമായത്. ഇതിനിടയിൽ പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം വെടിവെച്ചിടുകയും ചെയ്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ MiG-21 ഇന്ത്യക്ക് നഷ്ടമായ MiG-21ന്റെ പൈലറ്റിനെയാണ് കാണാനില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാന്റെ അവകാശവാദം അവരുടെ പക്കൽ ഇന്ത്യയുടെ 2 പൈലറ്റുമാരുണ്ട് എന്നാണ്. ആ രണ്ടാമത്തെ പൈലറ്റിന്റെ കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ച് വിദേശകാര്യ വക്താവ് യാതൊന്നും പ്രതികരിക്കാനും തയ്യാറായില്ല. ശ്രീലങ്കയിലേക്ക് തിരിച്ചു വരാം. എന്തായാലും MBA വക്താവ് രവീഷ് കുമാറും എയർ വൈസ് മാർഷൽ RGK കപൂറുമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി. The Pakistan Air Force was detected and the Indian Air Force responded instantly. In that aerial engagement, one Pakistan Air Force fighter aircraft was shot down by a MiG-21 Bison of the Indian Air Force. The Pakistani aircraft was seen by ground forces falling from the sky on the Pakistan side. In this engagement, we have unfortunately lost one MiG-21. The pilot is missing in action. Pakistan has claimed that he is in their custody. We are ascertaining the facts. വിദേശകാര്യ മന്ത്രാലയ വക്താവ് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഒരിക്കൽ കൂടി നമ്മൾ കേട്ടത്. ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ഉണ്ണി, വളരെ നിർണായകമായിരുന്നു ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം. പാകിസ്ഥാൻ നടത്തുന്ന അവകാശവാദങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക മറുപടി എന്ന നിലയിൽ കൂടി കണ്ടിരുന്നു. എന്നാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ഇന്നലെ 21 മിനിറ്റ് നീണ്ട ഓപ്പറേഷന് ശേഷവും യാതൊരു നഷ്ടവും കൂടാതെ തിരിച്ചുവരാൻ ഇന്ത്യക്കായിരുന്നു. പക്ഷേ ഇന്ന് ഒരു പൈലറ്റ് മിസ്സിംഗ് ആണ് എന്ന് സമ്മതിക്കുകയാണ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ. ആ വാർത്താ സമ്മേളനത്തിൽ നിന്നും എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രേണുക, സ്വാഭാവികമായും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന മറുപടി പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ സംബന്ധിച്ച് തന്നെയായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്തി മുന്നറിയിപ്പ് നൽകിയെന്നൊക്കെ തന്നെയാണ് അവകാശപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഒരു പൈലറ്റിനെ 2 പൈലറ്റുകളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായി പ്രസ്താവന വരുമ്പോൾ വളരെ ഹ്രസ്വമായ പ്രസ്താവന, കഴിഞ്ഞ ദിവസത്തേക്കാൾ ഹ്രസ്വമായ പ്രസ്താവനയിലൂടെ പറയുന്നത് ഇന്ന് രാവിലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ആ ആക്രമണത്തെ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ തുരത്താൻ വേണ്ടി ഇന്ത്യക്ക്
ഇന്ത്യക്ക് കഴിഞ്ഞു. എന്നാൽ അതിന്റെ ഭാഗമായി MiG-21 ബൈസൺ വിമാനത്തിലുണ്ടായിരുന്ന ഒരു പൈലറ്റിനെ ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം പാകിസ്ഥാന്റെ ഒരു വിമാനം വെടിവെച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ആ വിമാനം പാക് അതിർത്തിയിൽ തന്നെ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഈ MiG-21 ബൈസണിലുണ്ടായിരുന്ന പൈലറ്റിനെ നഷ്ടമായി എന്നാണ്, കാണാനില്ല, അദ്ദേഹത്തെ മിസ്സിംഗ് ആയിരിക്കുന്നു എന്നാണ് ഈ പ്രസ്താവനയിൽ ഔദ്യോഗികമായി പറയുന്നത്. ആ പൈലറ്റ് പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ വസ്തുതകൾ പരിശോധിച്ച് വരികയാണ്. മിസ്സിംഗ് ആയെന്ന് പറയുമ്പോഴും പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന വാദങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. ആ പൈലറ്റിന്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പാകിസ്ഥാൻ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും പാക് മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അത് സ്ഥിരീകരിക്കാനോ അതിന്റെ വസ്തുതകൾ പരിശോധിച്ചു വരുന്നു എന്ന് മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ നൽകുന്ന മറുപടി. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. പാകിസ്ഥാൻ അവരുടെ പക്കലുണ്ടെന്ന് പൂർണ്ണമായും പറയുകയും ചെയ്യുന്നുണ്ട്. ആ പൈലറ്റിന്റെ വിശദാംശങ്ങളും മറ്റുമൊക്കെ പുറത്തുവിട്ടുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു കാര്യത്തെ ഏത് തരത്തിൽ നേരിടും എന്ന് തന്നെയാണ് അറിയേണ്ടത്. നയതന്ത്ര തലത്തിലാണോ, അദ്ദേഹത്തെ ഇനി കസ്റ്റഡിയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ വിട്ടുകിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഏതായാലും വളരെ ഹ്രസ്വമായി ഈ വാർത്താ സമ്മേളനത്തിൽ നിരവധി ചോദ്യങ്ങൾ കൂടി അവശേഷിപ്പിക്കുന്നുണ്ട്. തുടർ നടപടികൾ സംബന്ധിച്ച് ഇനി സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ ഏത് തരത്തിലായിരിക്കും അതിൽ തുടർ നടപടികൾ ഉണ്ടാവുക എന്നതൊക്കെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിലായിരിക്കും അതിന്റെ വിശദാംശങ്ങളും സ്ഥിരീകരണങ്ങളും തുടർ നടപടികളും ഒക്കെ തന്നെ അറിയാൻ കഴിയുക. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീലാൽ, ഇവിടെ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ആ ഒരു ആക്രമണത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അത് ആ തിരിച്ചടി എന്നത് ഭീകരതയ്ക്കെതിരെയാണ് എന്നത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം. ഇന്ന് ഇന്ത്യ വളരെ അലേർട്ടിലായിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കത് തടുക്കാനായത്, അത് തടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുകയാണ്. പാകിസ്ഥാന്റെ കടന്നാക്രമണങ്ങൾ, പാകിസ്ഥാന്റെ സമീപനം അത് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സമീപനം എല്ലാം ഉയർത്തിക്കാട്ടുന്ന തരത്തിൽ തന്നെ ആയിരുന്നില്ലേ ഇന്നത്തെ വാർത്താ സമ്മേളനവും? അത് ആഗോള സമൂഹത്തിന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലല്ലേ ഇന്ത്യ ഇന്നും കാര്യങ്ങൾ അവതരിപ്പിച്ചത്? തീർച്ചയായും ഇന്ത്യ ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യ ഒരു വൈമാനികൻ, നമ്മുടെ ഒരു പൈലറ്റ് കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു എന്നുള്ള കാര്യവും കൂടി പറഞ്ഞു വെച്ചു. അതായത് പാകിസ്ഥാൻ നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു ഇന്ത്യയുടെ 2 പൈലറ്റുമാർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന്. അത് ഇന്ത്യ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ ഇത് അംഗീകരിക്കുന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു അവകാശവാദം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ തീർച്ചയായും ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഇനി നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാന്റെ കയ്യിൽപ്പെട്ടപ്പോൾ ഭീകരവാദികൾ അദ്ദേഹത്തെ ഏത് തരത്തിലാണ് ചിത്രവധം ചെയ്ത് കൊന്നതെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് പാകിസ്ഥാൻ പോകരുത്, അത്തരം നടപടികൾ ഇത്തവണ ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പക്കൽ ഈ പൈലറ്റ് ഉണ്ട് എന്നുള്ള അവരുടെ അവകാശവാദം അത് ഇന്ത്യ മുഖവിലേക്ക് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇന്ത്യക്ക് അറിയാം, അല്ലെങ്കിൽ ഇന്ത്യ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അതോടെ തന്നെ രാജ്യാന്തര സമൂഹത്തിന്റെ മുന്നിൽ കൂടിയാണ് ഇന്ത്യ ഇത് കൊണ്ടുവരുന്നത്. പാകിസ്ഥാന്റെ പക്കൽ നമ്മുടെ പൈലറ്റ് ഉണ്ട് എന്നുള്ള അവകാശവാദം പല തലങ്ങളിൽ, അതായത് അത് പല തലങ്ങളിൽ പുറത്തു വന്ന ഒരു അവകാശവാദമാണ്. അത് രാജ്യാന്തര സമൂഹത്തിന്റെ മുന്നിൽ ഇന്ത്യ ഔദ്യോഗികമായി വയ്ക്കുന്ന ഒരു നടപടി കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും പാകിസ്ഥാൻ അത്തരമൊരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ ചില സൂചനകളും ചില മുന്നറിയിപ്പുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. PR രാകേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാകേഷ്, അങ്ങേയറ്റം കലുഷിതമാണ്, സംഘർഷം തുടരുകയാണ്. അതേസമയം പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രകോപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഉന്നതതല യോഗങ്ങൾ പുരോഗമിച്ചു വരുന്നു. ഏത് നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്ക് വിലയിരുത്താം? ഒരു യുദ്ധം എന്നത് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും വളരെ ഭയാശങ്കയോടുകൂടി കാത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം ഇന്ത്യയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്ത് എന്നത് സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. രേണുക, തീർച്ചയായും ഇന്ത്യ കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന നിലപാട് അത് തീർച്ചയായും പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കുന്ന നിലപാടാണ്. മറിച്ച് ഇന്ത്യ ഒരു തരത്തിലും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന നിലപാട് കാലങ്ങളായി ഇന്ത്യ സ്വീകരിച്ചു വരുന്ന നിലപാട് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത്തരത്തിലുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതായത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകില്ല, മറിച്ച് ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ പക്കലുണ്ട്, അത് അക്കാര്യം ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ മുഖവിലെടുക്കുന്നു എന്നുകൂടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ
വ്യക്തമാക്കുന്നു. തീർച്ചയായും അത് കൃത്യമായ ഒരു സന്ദേശമാണ് ആ വാർത്താ സമ്മേളനം നൽകുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് അകപ്പെട്ടുകൊണ്ടിട്ടുള്ള പൈലറ്റുമാരെ അല്ലെങ്കിൽ സൈനികരെ അടക്കം വികൃതമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരം വികൃതമാക്കുന്ന നടപടിയിലേക്ക് പാകിസ്ഥാൻ പോയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങരുതെന്നൊരു സന്ദേശം ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനം നൽകുന്നുണ്ട്. തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നൊരു സന്ദേശം കൂടി ഏതായാലും ഇന്ത്യ നൽകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തിയിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. 2 ഉന്നതതല യോഗങ്ങൾ ഡൽഹിയിൽ നടന്നിരുന്നു. ഒന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം. ഈ യോഗത്തിൽ നിരവധി കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. ഒന്ന് അതിർത്തിയിലെ നിലവിലെ സാഹചര്യങ്ങൾ, അത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതിർത്തിയിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതിർത്തിയിലെ ആളുകളെ മറ്റും ഒഴിപ്പിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഏതായാലും ചർച്ചയ്ക്ക് വരികയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട യോഗം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് നൽകിയത്. അത് അർദ്ധസൈനിക വിഭാഗങ്ങളോടക്കം അതിർത്തിയിൽ സജ്ജരായിരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നൽകുകയും ചെയ്തത്. ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഇന്ത്യ ഏതൊരു സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാൻ സജ്ജമായിരിക്കുന്ന നിർദ്ദേശം തന്നെയാണ് ഈ 2 യോഗങ്ങളും നൽകുന്നത്. മറുവശത്ത് അന്താരാഷ്ട്ര തലത്തിൽ അതിൽ പാകിസ്ഥാനെ അല്ലെങ്കിൽ കൂടുതൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് കൂടുതൽ അംഗീകാരം നേടിയെടുക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് റിക്സ് ഉച്ചകോടിയിൽ ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാടണമെന്ന നിലപാട് ഇന്ത്യയും ചൈനയും റഷ്യ അടക്കം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. അതായത് ഭീകരവാദത്തിന്റെ വിളനിലങ്ങൾ തുടച്ചു നീക്കണമെന്നൊരു സന്ദേശമാണ് ഈ യോഗം നൽകുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയാണ്. അത്തരത്തിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് കൂടുതൽ അംഗീകാരം ഏതായാലും ഈ യോഗത്തിന് ഒപ്പം തന്നെ ഈ ഉച്ചകോടിക്ക് അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു എന്നത് തീർച്ചയായും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വാദങ്ങൾക്ക് കൂടിയുള്ള അംഗീകാരം തന്നെയാണ്. ഇന്നത്തെ ആ യോഗം ഏതായാലും അത്തരത്തിൽ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു. നേരത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തള്ളിക്കളയുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും ഇപ്പോൾ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ശ്രീലാൽ, ഇവിടെ ഇന്നലത്തെ ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് പുൽവാമ ആക്രമണത്തിന് ശക്തമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഉള്ള ദിവസമായിരുന്നു. പാകിസ്ഥാൻ മണ്ണിൽ ചെന്ന് ആ തിരിച്ചടി നൽകാൻ കഴിഞ്ഞു എന്നത് പ്രധാനമന്ത്രി തന്നെ ഇത് ആഘോഷത്തിന്റെ ദിവസമാണ്, ഇന്ത്യ സുരക്ഷിത കരങ്ങൾ എന്നൊക്കെ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നാകുമ്പോൾ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുന്നു എന്നത് ഇന്ത്യ സ്ഥിരീകരിക്കുക കൂടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ ഇന്നലത്തെ ഒരു ഓപ്പറേഷൻ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഈ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ള മറുപടികൾ തുടരേണ്ടി വരും എന്നത് തന്നെയല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇന്നലത്തെ ആ വലിയ തിരിച്ചടിക്ക് ശേഷവും പാകിസ്ഥാൻ പ്രത്യാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും രേണുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒരു നടപടിയല്ല ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യത്തിൽ അതിനുശേഷം തിരിച്ചൊരു പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചില്ല. പ്രത്യാക്രമണം ഉണ്ടായതുമില്ല. അതിർത്തിയിൽ സാധാരണ പാകിസ്ഥാൻ നടത്തുന്ന പോലുള്ള വെടിവെപ്പ് കരാർ ലംഘനം തുടങ്ങിയ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. അതിനാണ് സംഭവിച്ചത്. പക്ഷേ ഇന്നലത്തെ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് മറുപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഉറപ്പായിരുന്നു. അതിന് ഇന്ത്യ തയ്യാറുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾക്ക് അതിർത്തി കടന്ന് അധികം ഉള്ളിലേക്ക് വരാൻ കഴിയാതെ പോയതും. അവർ ഉള്ളിലേക്ക് വന്നിരുന്നുവെങ്കിൽ അവർക്ക് ശരിക്കും നേരിട്ടടിക്കാൻ പറ്റുന്ന നിരവധി സൈനിക കേന്ദ്രങ്ങൾ അതിർത്തിയിൽ നമ്മൾക്കുണ്ട്. പത്താൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ വരെയുണ്ട്. അവർക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ തുടക്കത്തിൽ അവരെ പ്രതിരോധിച്ച് തിരിച്ചയക്കാൻ നമുക്ക് സാധിച്ചത് തന്നെ, അവരുടെ ഒരു യുദ്ധവിമാനം വെടിവെച്ചിടാൻ സാധിച്ചത് തന്നെ നമ്മൾ അതിന് തയ്യാറായിരുന്നത് കൊണ്ട് തന്നെയാണ്. ആ യുദ്ധത്തിൽ ആ ഏറ്റുമുട്ടലിൽ നമ്മൾക്കും ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോൾ ഒരു യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ നഷ്ടത്തിൽ അവരെ മടക്കി അയക്കാൻ നമുക്ക് കഴിഞ്ഞത്, അവർക്ക് നഷ്ടപ്പെടുത്തി മടക്കി അയക്കാൻ നമുക്ക് കഴിഞ്ഞത് തീർച്ചയായും ഇന്ത്യ തയ്യാറെടുപ്പ് തുടർന്നതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇമ്രാൻഖാന് ചില കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെക്കാൾ താൻ കുറച്ചുകൂടി കഴിവുള്ള, കരുത്തുറ്റ, താൻ കുറച്ചുകൂടി ഒരു ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരു നേതാവാണ് എന്ന് അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് മുന്നിലും പാകിസ്ഥാനിലെ സൈന്യത്തിന് മുന്നിലും തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില തിരിച്ചടികൾ നമ്മൾ കരുതിയിരുന്നതാണ്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പാകിസ്ഥാൻ അഭിസംബോധന ചെയ്ത് വാർത്താസമ്മേളനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആ വാർത്താസമ്മേളനത്തിൽ എന്തൊക്കെയാണ് ഇമ്രാൻഖാൻ പറയാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള വെല്ലുവിളി മറ്റോ അദ്ദേഹം ഉയർത്തുമോ? ഇതുവരെയും ഇമ്രാൻഖാൻ ഈ ഒരു പ്രതിസന്ധി തുടങ്ങിയ ശേഷം ഇമ്രാൻഖാൻ 2-3 പ്രസ്താവനകൾ നടത്തി. ഇമ്രാൻഖാന്റെ ഭാഗത്തുനിന്നും
നിന്നും വന്നിരുന്നു, ട്വിറ്ററിലും മറ്റും വന്നിരുന്നു. അതിൽ ചിലത് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്, മറ്റു ചിലത് പാകിസ്ഥാൻ യുദ്ധത്തിനല്ല, പാകിസ്ഥാൻ സമാധാനത്തിന് നിലകൊള്ളുന്നു തുടങ്ങിയ ഒരു സമവായത്തിൻ്റെ പാതയിലൂടെയുള്ള പ്രഖ്യാപനങ്ങളുമായിരുന്നു. എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്നിപ്പോൾ ഇമ്രാൻഖാൻ പാകിസ്ഥാനെ അഭിസംബോധന സംസാരിക്കുമ്പോൾ ഏത് തരത്തിലാകും അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹം എന്താകും ആ വാർത്താ സമ്മേളനം ആ ഇതിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ നിർണായകമാണ്. എന്തായാലും ഇന്ത്യ തയ്യാറെടുപ്പോടെ തന്നെയാണ് ഈ നടപടികൾ തുടങ്ങിയത്. ആ തയ്യാറെടുപ്പ് കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഇപ്പോൾ അതിർത്തി കടന്നുള്ള ഈ പാകിസ്ഥാന്റെ വരവ് ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. ഇവിടെ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അവരുടെ നിലപാട് പ്രഖ്യാപിക്കാനിരിക്കുക കൂടിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്ക് തിരിച്ചടി നൽകി തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സാധ്യമാണോ? അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് അവരുടെ നിലപാടുകൾ ആ നിലയ്ക്ക് വിശദീകരിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് ഇന്ത്യ ആവർത്തിക്കുന്നുണ്ട്, ഇത് ഭീകരതയ്ക്കെതിരായ ആക്രമണമാണ്, ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ്, ഒരു സിവിലിയന് പോലും യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ നടത്തിയ ഓപ്പറേഷനാണെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് തിരിച്ചടി നൽകി എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പാകിസ്ഥാന് കഴിയുമോ? ഇന്ത്യക്ക് തിരിച്ചടി നൽകുകയല്ല പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുകയുമാണ് ചെയ്തത്. പക്ഷേ അവിടെ ഉണ്ടായ ഒരു പ്രതിസന്ധി, നമ്മുടെ ഒരു യുദ്ധവിമാനം തകർന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു പൈലറ്റിനെ കാണാനില്ല എന്നുള്ളതാണ്. ആ പൈലറ്റ് എവിടെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ചുള്ള ഒരു നടപടിയാണ്, ഒരു കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്. പാകിസ്ഥാന്റെ കയ്യിൽ ഈ പൈലറ്റ് ഉണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഈ പൈലറ്റിനെ വെച്ച് പാകിസ്ഥാൻ വിലപേശാനാണോ ആലോചിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന മണിക്കൂറിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ നടപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഇനി അടുത്ത ആര് എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് രാജ്യാന്തര സമൂഹം ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ ഇടപെട്ട് കഴിഞ്ഞു. ഇവരെല്ലാം തന്നെ ഇന്ത്യയുടെ ആദ്യ നിലപാടിനെ സ്വാഗതം ചെയ്യുകയും പാകിസ്ഥാനോട് അവരുടെ മണ്ണിൽ ഭീകരവാദം വളർത്തരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത്. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്, ഒരു നടപടി സ്വീകരിച്ചത്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും രാജ്യാന്തര സമൂഹത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഉള്ള സാധ്യതകൾ. ഇതിനിടയ്ക്ക് ടർക്കി മാത്രമാണ് പാകിസ്ഥാന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത്. എന്തായാലും രാജ്യാന്തര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടിയാകും. അത് രാജ്യാന്തര സമൂഹത്തിനും അറിയാം. ഇനിയിപ്പോൾ രാജ്യാന്തര സമൂഹം എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത്? ഒന്ന്. രണ്ട്, പാകിസ്ഥാൻ എന്താണ്, പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന മിനിറ്റുകളിൽ ഏറ്റവും പ്രധാനമായി വരാൻ പോകുന്നത്. തീർച്ചയായും എന്തായാലും പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യ രാജ്യത്തിന് ഒരു വിമാനം നഷ്ടമായിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നു, പൈലറ്റിനെ കാണാതായി എന്നതും ഇന്ത്യ സ്ഥിരീകരിക്കുന്നു വിദേശകാര്യ വക്താവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു, രാജ്യത്തിന് ഒരു വിമാനം നഷ്ടമായിരിക്കുന്നു എന്ന് വിദേശകാര്യ വക്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൈലറ്റിനെ കാണാതായെന്നും ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പിനാൽ പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിഞ്ഞു എന്നും ആണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. അതിന് തടയിടാൻ കഴിഞ്ഞു എന്നും ഇന്ത്യ അവകാശപ്പെടുന്നു. എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ഉണ്ണി, ഒരു പരിധിവരെ പാകിസ്ഥാനുള്ള മറുപടി കൂടിയായിരുന്നു ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം. പാകിസ്ഥാന്റെ ആരോപണം അല്ലെങ്കിൽ പാകിസ്ഥാൻ പൈലറ്റ് കൈവശമുണ്ട് എന്ന് നടത്തിയ അവകാശവാദം ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നു എന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ്. ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ, മറ്റ് കൂടിയാലോചനകൾ, ചർച്ചകളൊക്കെയും ഡൽഹിയിൽ എങ്ങനെയാണ് ഈ നിമിഷം പുരോഗമിക്കുന്നത്? രേണുക, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പ്രസ്താവന തന്നെ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഗുരുതരമായ ലംഘനത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഈ പ്രസ്താവനയിൽ കൃത്യമായി പറയുന്നത് പാകിസ്ഥാന് നേരെ ഇന്നലെ ഇന്ത്യ നടത്തിയ ആക്രമണം അത് കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭീകര താവളങ്ങൾക്കെതിരെ നടത്തിയതാണ്. എന്നാൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനുള്ള മറുപടി, ഇന്നലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് ഇന്ത്യ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ
തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തു. എന്നാൽ അതിനിടെയാണ് MiG-21 വിമാനം നഷ്ടമാകുന്നതും അതിലെ പൈലറ്റിനെ കാണാതാവുകയും ചെയ്യുന്നത്. വളരെ കൃത്യമായി തന്നെ ഇന്ത്യ പറയുന്നത് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്കെതിരെ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക താവളങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു വാദം തന്നെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് കുറെ കൂടി ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇന്ത്യ ഈ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഒരു പൈലറ്റ് അവരുടെ പക്കലുണ്ട് എന്ന്. അത് സ്ഥിരീകരിച്ചു വരികയാണെന്നാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിച്ചു വരുന്നു എന്ന സൂചനയാണ് ഈ പ്രസ്താവനയിലൂടെ നൽകുന്നത്. പാകിസ്ഥാന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന മറ്റൊരു മറുപടി പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് 2 പൈലറ്റുമാർ അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്നായിരുന്നു. എന്നാൽ ആ വാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇന്ത്യ. ഒരാൾ മാത്രമാണ് ഉള്ളതെന്ന കാര്യം ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഈ കസ്റ്റഡിയിലുള്ള പൈലറ്റിനെ വിട്ടുകിട്ടാൻ വേണ്ടി എന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അക്കാര്യത്തിൽ പാകിസ്ഥാൻ ഇതുവരെയും സ്ഥിരീകരണത്തിനൊന്നും തയ്യാറായിട്ടില്ല. നയതന്ത്ര തലത്തിലൂടെ പാകിസ്ഥാൻ ഒരു ഇന്ത്യൻ പൈലറ്റ് അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അങ്ങനെ സ്ഥിരീകരിക്കുകയാണെങ്കിലാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള നടപടികളും ഇന്ത്യക്ക് സ്വീകരിക്കാൻ കഴിയുക. ഇതുവരെ അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതിനകം തന്നെ ഈ കാണാതായിരിക്കുന്ന പൈലറ്റ് അഭിനന്ദനാണെന്ന് റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അഭിനന്ദൻ അദ്ദേഹം ഈ MiG-21 വിമാനമാണ് പറത്തിയിരുന്നത്. അദ്ദേഹത്തെയാണ് കാണാതായിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇന്ത്യ കൃത്യമായ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ തന്നെ വേണം വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മനസ്സിലാക്കാൻ. ഇനി ഏത് തരത്തിലുള്ള നടപടികൾ നയതന്ത്ര തലത്തിലാണോ അല്ല അന്താരാഷ്ട്ര സമിതികളെ ബന്ധപ്പെട്ടുകൊണ്ടാണോ ഇന്ത്യ സ്വീകരിക്കുക, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലുള്ള സ്ഥിരീകരണം ഔദ്യോഗികമായി ഇന്ത്യക്ക് ലഭിക്കുമോ എന്നതിനെ അനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയിക്കപ്പെടുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരെ വിളിക്കും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും നേരിട്ട് ഫോണിൽ വിളിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ച് ഒരു സമവായത്തിനുള്ള ശ്രമം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ നോർത്ത് കൊറിയയിലേക്ക് തിരിച്ചു വരാം. ടി ജെ ശ്രീലാൽ വീണ്ടും. ശ്രീലാൽ, ഇവിടെ ഇന്ത്യ നടത്തിയ വാർത്താ സമ്മേളനം, അത് ഇന്നലെ ആയാലും ഇന്നായാലും നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഓരോ വാക്കും സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി ഇത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ, ഭീകര കേന്ദ്രത്തെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയതാണ്, ഭീകരരെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയതാണ് എന്ന് ഇന്ത്യ പറയുന്നു. അതേസമയം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയുടെ ജാഗ്രത മൂലം അത് തടയാൻ കഴിഞ്ഞു എന്നതാണ്. നമ്മൾ ഭീകരരെ ലക്ഷ്യമിട്ട് ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുന്നു എന്ന് ഇന്ത്യ ഔദ്യോഗികമായി പറയുന്നതിലൂടെ എന്താണ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും പാകിസ്ഥാൻ ഈ ഒരു ഇന്ത്യയുടെ നടപടി, തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നടപടിക്ക് പാകിസ്ഥാൻ അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ആലോചിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ അതിന് പകരം യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ വ്യക്തത വരുന്നതും അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതും. ഇന്നലെ നമ്മൾ പറഞ്ഞത് വ്യക്തമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ആക്രമണം നടത്തി. അതും സൈനികേതര ആക്രമണമായിരുന്നു. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയോ ആയിരുന്നില്ല ഈ ആക്രമണം. കാട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഭീകര ക്യാമ്പിന് നേരെയായിരുന്നു. അതുതന്നെ അസർ മസൂദിന്റെ ഏറ്റവും അടുത്ത അനുയായി നടത്തിയ മൗലാന യൂസഫ് അസർ നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇന്നലെ ഇന്ത്യ പറഞ്ഞത്. അതിന് പകരം ഇന്നിപ്പോൾ പാകിസ്ഥാൻ നടത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതായത് സൈനിക ക്യാമ്പുകൾക്ക് നേരെ, സൈനിക സ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് ഇന്ത്യ പറയുന്നത്. അതായത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇത് ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള ഒരു സൂചനയുടെ തുടക്കം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു. അതാണ് ഇന്ത്യ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ച ഒരു നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ലോകരാജ്യങ്ങൾ തന്നെ ഇന്ത്യയുടെ ഈ നടപടിയെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള നടപടിക്ക് പകരമായി പാകിസ്ഥാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തുക, ഇന്ത്യക്ക് നേരെ ആക്രമണം അയച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ പറയുന്നത് തിരിച്ചടിക്കുക അല്ലാണ്ട് അവരുടെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നത്തെ പ്രത്യാക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊന്ന്, പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നു. യുദ്ധം എന്നത്
ഫെയിലിയർ ഓഫ് പോളിസിയാണ് എന്ന് ഇന്ത്യ മനസ്സിലാക്കണം എന്നുകൂടി അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഇന്നത്തെ കാര്യങ്ങളെ വിശദീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറയുകയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ അവരുടെ പാകിസ്ഥാന്റെ ഇന്നത്തെ നടപടികൾ? സമാധാനം പാകിസ്ഥാൻ കാക്ഷിക്കുന്നു എന്നത് ഇന്നത്തെ ഈ പ്രത്യാക്രമണത്തിലും ഈ അതിർത്തിയിലുടനീളം തുടരുന്ന സംഘർഷത്തിലും ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ച് അവരുടെ നിലപാട് അവർക്ക് വ്യക്തമാക്കാൻ കഴിയുമോ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ? രേണുക, പാകിസ്ഥാന് ഇന്നുവരെ അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് അത് എടുത്തു പറയേണ്ട കാര്യം. പാകിസ്ഥാൻ ഇന്നുവരെയും അവരുടെ മണ്ണിൽ ഭീകരത ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഭീകരർക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നുവെന്ന് ഇന്നുവരെയും അവർ അംഗീകരിച്ചിട്ടുമില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുമ്പോഴും പാകിസ്ഥാന്റെ നിലപാട് ഇങ്ങനെ ഒരു നടപടി അവരുടെ മണ്ണിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടന്നത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരർ, മുംബൈ ആക്രമണത്തിൽ പങ്കെടുത്ത അജ്മൽ കസബ് പോലും പാകിസ്ഥാൻ പൗരനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. അതേസമയത്ത് അജ്മൽ കസബിന്റെ പാക് പൗരത്വം ഇന്ത്യക്ക് തെളിയിക്കാനായിട്ടുണ്ട്. അജ്മൽ കസബിന് കൃത്യമായ ഇടവേളകളിൽ അജ്മൽ കസബിനും കൂട്ടാളികൾക്കും ഏതാണ്ട് 10 പേരുണ്ടായിരുന്ന കൂട്ടാളികൾക്കും കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ നിർദ്ദേശം നൽകി എവിടെയൊക്കെ ആക്രമിക്കണം, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെന്റ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇന്നലെ മുതൽ നടത്തുന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് ഇന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പ്രത്യാക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്യത്തിനൊരു വിമാനം നഷ്ടമായി എന്നത് സ്ഥിരീകരിക്കുന്നു. പൈലറ്റിനെ കാണാതായി എന്നും ഇന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആ പൈലറ്റ് പാകിസ്ഥാന്റെ കൈവശമുണ്ട് എന്നത് അവർ അവകാശപ്പെടുന്നു എന്ന കാര്യം കൂടി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ഈ വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായിട്ടും ഒരു സൈനിക നടപടി ഉണ്ടാകുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. പരിപൂർണമായിട്ട് ഉറിയിലുണ്ടായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് പരിപൂർണമായ വിജയമായിരുന്നു. നമുക്ക് എല്ലാവർക്കും തിരിച്ചെത്താൻ സാധിച്ചു. ഇപ്പോൾ നമ്മുടെ ഒരു വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള ഒരു വാർത്ത അതിനു മുമ്പ് തന്നെ അവര് പാകിസ്ഥാനിലെ ചില സൈനിക മേധാവികൾ ട്വീറ്റ് ചെയ്തിരുന്നു. അപ്പം ഇപ്പോൾ അത് ശരിയാണ്, നമ്മുടെ ഒരു വിമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ ആണല്ലോ കാര്യങ്ങൾ വ്യക്തമാവുന്നത്. അല്ല, അതിലിപ്പോ ആശങ്കപ്പെടാനൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു സൈനിക നടപടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപക്ഷത്തും ആൾനാശവും വസ്തുവകകളുടെ നാശവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമല്ല ഒരു മൈനർ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ഇന്ന് വിദേശകാര്യ വക്താവ് നടത്തിയ വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള വാർത്താസമ്മേളനം അത് പറയുമ്പോൾ പാകിസ്ഥാന്റെ പ്രത്യാക്രമണം സ്ഥിരീകരിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ശ്രമം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളായിരുന്നു എന്നതുകൂടി പറയുന്നുണ്ട്. ഇന്ത്യയുടെ കനത്ത ജാഗ്രത കൊണ്ടാണ് അത് തടുക്കാനായത് എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് പകരം പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വാർത്താസമ്മേളനത്തിൽ പറയുന്നത് എന്തിന്റെ സൂചനയാണ്? തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ലല്ലോ ഗ്രൗണ്ട് റിയാലിറ്റി. പാകിസ്ഥാനില് സൈനികമായി ശക്തമായ ഒരു രാഷ്ട്രമാണ്. വളരെ ലളിതമായ രൂപത്തിൽ ആക്രമിച്ച് കീഴടക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. ഇപ്പം 1971 യുദ്ധത്തിന്റെ സ്ഥിതിവിശേഷം വേറെയാണ്. അവർ ന്യൂക്ലിയർ പവറാണ്. അവർക്ക് അമേരിക്കയുടെ അത്യന്താധുനികമായ ഫൈറ്റർ F-16 F-18 യുദ്ധവിമാനങ്ങളുണ്ട്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആർമിയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ അതിർത്തിയിൽ പ്രത്യേകിച്ച് ലൈൻ ഓഫ് കൺട്രോളില് ഇന്ത്യക്കുള്ളതുപോലെ തന്നെ നമ്മുടെ സൈനിക താവളങ്ങളെ കുറിച്ചും സൈനിക പോസ്റ്റുകളെ കുറിച്ചും വളരെ കൃത്യമായ വിവരങ്ങൾ പാക് സൈന്യത്തിന്റെ കയ്യിലുമുണ്ട്. സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കാനുള്ള ശേഷിയുള്ള ഒരു രാഷ്ട്രമാണല്ലോ പാകിസ്ഥാൻ. ഒരുപക്ഷെ നീണ്ടുവെക്കുന്ന ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ ഒരു നേരിട്ടുള്ള ഒരു ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു ശക്തമായ സൈന്യമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാനുള്ള സൈനിക ശേഷിയുള്ള രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഒരു പക്ഷേ പാകിസ്ഥാനേക്കാൾ 10 മടങ്ങ് നമുക്കുണ്ട്. പക്ഷെ എങ്ങനെ പ്രതിരോധിച്ചാലും നമുക്ക് യാതൊരു നാശനഷ്ടവും ഇല്ലാതെ ഒരു ജവാന്റെ ജീവൻ പോലും നഷ്ടപ്പെടാതെ ഒരു യുദ്ധം വിജയിക്കുക എന്ന് പറയുന്നതൊക്കെ അസാധ്യമായ കാര്യമാണല്ലോ.
ശരി, വളരെ നന്ദി ഡോക്ടർ പി ജെ വിൻസെന്റ് ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്യത്തിന് ഒരു വിമാനം നഷ്ടമായി എന്നത് ഇന്ത്യ സ്ഥിരീകരിക്കുന്നു. പൈലറ്റിനെ കാണാതായി എന്നും വിദേശകാര്യ വക്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതേസമയം ഉന്നതതല യോഗങ്ങൾ തുടരുകയാണ്, കൂടിയാലോചനകൾ തുടരുന്നു. സൈന്യം കടുത്ത ജാഗ്രതയിൽ തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ടി ജി ശ്രീലാലും ഒപ്പം തന്നെ എം ഉണ്ണികൃഷ്ണനും ഇ ആർ രാഗേഷും നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.